20 വയസ്സായിട്ടും ഒരു 3 വയസ്സുകാരിയെ പോലെ പെരുമാറുന്ന പെൺകുട്ടി എന്ത് ചെയ്യുന്നതിനും കൂടെയുള്ളവരോട് അനുവാദം ചോദിക്കും. ഫുഡ് കഴിച്ചോട്ടെ, വാതിൽ കടന്നു വന്നോട്ടെ, അമ്മയോട് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്നൊക്കെ അവൾ അനുവാദം ചോദിക്കും. തനിയെ ഒന്നും ചെയ്യാനാകാത്ത ഒരു സ്പെഷ്യൽ ചൈൽഡാണ് ഈ പെൺകുട്ടി. ഒരിക്കൽ മരണപ്പെട്ടു പോയ ആർമി ഉദ്യോഗസ്ഥനായ അച്ഛന് ഒരാഗ്രഹമുണ്ടെന്ന് അവൾ അറിയുന്നു. അത് നടക്കണമെങ്കിൽ ആർമിയിൽ ചേരണം. അച്ഛന്റെ ആഗ്രഹം നിറവേറ്റണമെന്നും ആ പെൺകുട്ടി തീരുമാനിക്കും. സ്പെഷ്യൽ ചൈൽഡായ ആ പെൺകുട്ടിക്ക് ആർമിയിൽ ചേരാനായോ, അച്ഛന്റെ ആഗ്രഹം നിറവേറ്റിയോ എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം തൻവി ദ ഗ്രേറ്റ് എന്ന ഹിന്ദി സിനിമയുടെ കഥയിലേക്ക് കടന്നാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ വീഡിയോ ഒരുപാട് പേരുടെ കയ്യിലെത്തൂ. മാത്രവുമല്ല, കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ആർമി ഉദ്യോഗസ്ഥരായ ശ്രീനിവാസിനെയും സമറിനെയും കാണിക്കുന്നു. ഇവർ രണ്ടുപേരും കാശ്മീരിലെ ആർമി ക്യാമ്പിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ സമർ തന്റെ ഭാര്യയും മകളെയും ഫോൺ ചെയ്യുന്നു. സമറിന് ഭാര്യയും മകളെന്ന് വെച്ചാൽ ജീവനാണ്. അവർ കഴിഞ്ഞേയുള്ളൂ സമറിന് എന്തും. ഫോൺ വിളിക്കുന്ന സമയത്ത് മകളായ തൻവി ചോദിക്കുന്നത്, അച്ഛാ, അച്ഛന് ബനാഹിൽസിൽ പോയി കൊടിയുയർത്തണമെന്നല്ലേ ആഗ്രഹം? അത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഉറപ്പായി ഞാൻ ചെയ്യുമെന്നും സമർ മകൾക്ക് വാക്കു കൊടുക്കുന്നു. കോള് കട്ടായി കഴിയുന്ന സമയത്ത് സമർ തന്റെ മകളെയും ഭാര്യയും കുറിച്ചൊക്കെ ശ്രീനിവാസനോട് പറയുന്നു. എന്നാൽ അതേ സമയത്തായിരുന്നു അവിടെ ബോംബ് പൊട്ടുന്നത്. അതിൽ സമർ മരണപ്പെട്ടു പോവുകയാണ്. ആ ഒരു സംഭവം നടന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കാണിക്കുന്നത്. കുഞ്ഞായിരുന്ന തൻവി ഇപ്പോൾ വളർന്നു വലുതായി 20 വയസ്സായിരിക്കുകയാണ്. പക്ഷേ തൻവി ഒരു സ്പെഷ്യൽ ചൈൽഡാ. അവൾക്ക് 20 വയസ്സുണ്ടെങ്കിലും കൊച്ചുകുട്ടികളെ പോലെയാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതും. മാത്രവുമല്ല, എന്ത് കാര്യം ചെയ്യുന്നതിനും അവൾ അമ്മയോടും കൂടെ നിൽക്കുന്നവരോടും അനുവാദം ചോദിക്കും. എക്സാമ്പിളായിട്ട്, ഇപ്പോൾ ഒരു വാതിൽ കടന്നു വരണമെങ്കിൽ ഞാൻ ഈ വാതിൽ കടന്നോട്ടെ, അല്ലെങ്കിൽ ഒരു ഫുഡ് എടുത്ത് കഴിക്കണമെങ്കിൽ ഞാൻ ഈ ഫുഡ് എടുത്ത് കഴിച്ചോട്ടെ, അത് ചെയ്തോട്ടെ, ഇത് ചെയ്തോട്ടെ, ഇങ്ങനെയൊക്കെ അവൾ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനൊരു ക്യാരക്ടറാണ്. അങ്ങനെ ഇരിക്കെ തൻവിയുടെ അമ്മയ്ക്ക് അമേരിക്കയിൽ പോകുവാനായിട്ടുള്ള ഒരു ഓഫർ വന്നിരിക്കുക. ജോലി സംബന്ധമായിട്ട് പോകുന്നതാ. തൻവിയെ ഇപ്പോഴൊന്നും കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ തൻവിയെ നോക്കുവാനായിട്ട് ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമല്ലോ. തൻവിയുടെ അമ്മയ്ക്ക് അങ്ങനെ ബന്ധുക്കളുമില്ല. തൻവിയുടെ അമ്മ ആദ്യം ചിന്തിക്കുന്നത് സമറിന്റെ അച്ഛന്റെ കാര്യമാണ്. സമറിന്റെ മരണശേഷം സമറിന്റെ അച്ഛനാണെങ്കിലോ തൻവിയും തൻവിയുടെ അമ്മയും ഒന്ന് കാണാൻ പോലും ശ്രമിച്ചിട്ടേയില്ല. ഒരുപാട് വർഷങ്ങളായി ഇവർ പരസ്പരം കണ്ടിട്ട് പോലും. സമറിന്റെ മരണം അച്ഛനെ ഒരുപാട് ബാധിച്ചിരുന്നു. അന്നു മുതൽ മാനസികമായി തകർന്ന് ഒറ്റപ്പെട്ടാണ് സമറിന്റെ അച്ഛൻ ജീവിക്കുന്നതും. തൻവിയുടെ അമ്മ തൻവിയും കൊണ്ട് നേരെ പോകുന്നത് അവളുടെ മുത്തശ്ശനടുത്തേക്കാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മുത്തശ്ശൻ തന്റെ കൊച്ചുമകളെയും മരുമകളെയും കാണുന്നത്. സന്തോഷമാണോ സങ്കടമാണോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് ആയിരുന്നു മുത്തശ്ശനുണ്ടായിരുന്നതും. മുത്തശ്ശൻ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ വീടിന് മുന്നിലേക്ക് വന്ന തൻവി, ഞാൻ അകത്തേക്ക് കടന്നോട്ടെ എന്ന് കുഞ്ഞുങ്ങളുടെ സ്വരത്തിൽ ചോദിക്കുന്നു. അത് കാണുന്ന മുത്തശ്ശന് എന്തൊക്കെയോ വശപ്പിശക് തോന്നുന്നു. ഇത്രയും വർഷങ്ങളായിട്ടും മുത്തശ്ശൻ അവരെ ഒന്ന് കാണാൻ ചെല്ലാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശന്റെ പേര് വിളിച്ചാണ് തൻവി സംസാരിക്കുന്നതും മുത്തശ്ശനെ അവൾക്ക് അത്ര ഇഷ്ടമേ അല്ല. മാത്രവുമല്ല, തൻവി കുട്ടികളെ പോലെ പെരുമാറുന്നത് കൊണ്ട് 20 വയസ്സായിട്ടും ഇവളെന്താ ഇങ്ങനെയെന്ന് മുത്തശ്ശൻ അവളുടെ അമ്മയോട് ചോദിക്കുന്നു. തൻവി ഒരു സ്പെഷ്യൽ ചൈൽഡാണെന്നും അവൾ കുട്ടികളെ പോലെയാണ് പെരുമാറുന്നതെന്നും തൻവിയുടെ അമ്മ പറയുന്നു. അന്നേ ദിവസം ഫുഡ് കഴിക്കുവാനായി ഇരിക്കുന്ന സമയത്തും തൻവി ഞാനത് എടുത്ത് കഴിച്ചോട്ടെ എങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ മുത്തശ്ശന് എന്തോ പോലെ തോന്നുന്നു. മാത്രവുമല്ല, തൻവിയുടെ മനസ്സിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ മുത്തശ്ശൻ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ എന്നാലും തൻവി കുട്ടികളെ പോലെ വാശി പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ മുത്തശ്ശന് വല്ലാതെ ദേഷ്യം വരുന്നു. മാത്രവുമല്ല, തൻവിക്ക് പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് തന്നെ അവളെ പാട്ട് പഠിപ്പിക്കുവാനായിട്ടും മുത്തശ്ശൻ കൊണ്ടുപോകും. അവിടെ എത്തുന്ന സമയത്തും തൻവി വെറും കുട്ടികളെ പോലെയാണ് പെരുമാറുന്നത്. ഇത്രയും വലിയ കുട്ടിയെ ഞാൻ എങ്ങനെയാ പാട്ട് പഠിപ്പിക്കാനെന്നൊക്കെ സാറ് ചോദിക്കുന്നു. ഇവളും കുട്ടികളെ പോലെയാണെന്നും മുത്തശ്ശൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാറിന് എന്തോ പോലെ തോന്നിക്കുക. മാത്രവുമല്ല, സാറിന്റെ ഒരു പെരുമാറ്റവും കുട്ടികളൊക്കെ തൻവിയെ വല്ലാതെ നോക്കുന്നതൊക്കെ കണ്ട് മുത്തശ്ശന് നാണക്കേടൊക്കെ തോന്നുന്നു. ഇത്രയും നാളും മുത്തശ്ശനാണെങ്കിൽ തനിക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ന് നശിച്ചു പോകുമോ എന്ന പേടിയായിരുന്നു മുത്തശ്ശന്. മുത്തശ്ശനും ഒരു ആർമി ഓഫീസറായിരുന്നു. തൻവിയുടെ അമ്മ താൻ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം മുത്തശ്ശനോട് അവതരിപ്പിക്കുന്നു. തൻവി ഇനിയുള്ള ദിവസം മുത്തശ്ശൻ വേണം നോക്കാനെന്ന് പറയുമ്പോൾ, ഇങ്ങനെ സ്വഭാവമുള്ള കുട്ടിയെ ഞാനെങ്ങനെ നോക്കാൻ എന്ന മട്ടിൽ നിൽക്കുകയാണ് മുത്തശ്ശൻ. അങ്ങനെയാണ് സംസാരിക്കുന്നതും. അത് കേട്ട് തൻവിയുടെ അമ്മയ്ക്ക് ഒരുപാട് സങ്കടം വരികയും, ഇത്രയും വർഷമായിട്ടും ഞങ്ങളുടെ ഒരു കാര്യം പോലും ആരും തിരക്കിയിട്ടേയില്ല. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വർഷം ജീവിച്ചതും. മാത്രമല്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കുവാനായിട്ടും എനിക്ക് രക്ഷപ്പെടുവാനായിട്ടും ഒരവസരം കിട്ടിയിരിക്കുകയാണ്. അതൊരിക്കലും ആരുമായിട്ട് നഷ്ടപ്പെടുത്തരുത് എന്നുള്ള കാര്യം അമ്മ പറയുന്നു. അത് കേട്ട് മുത്തശ്ശനും ആകെ സങ്കടം വരികയാണ്. തൻവിയെ നോക്കാമെന്നും മുത്തശ്ശൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസമാണ് തൻവിയുടെ അമ്മ അമേരിക്കയിലേക്ക് പോകുന്നതും.
അമേരിക്കയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അമ്മ തൻവിയെ ഒരുപാട് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ പോകുന്നതിന്റെ സങ്കടം തൻവിക്കുണ്ടായിരുന്നു. അമ്മയുടെ തോളിലേക്ക് അവൾ സങ്കടത്തോടു കൂടി ചായുകയാണ്. എന്നാൽ അതേസമയം മുത്തശ്ശന് ആകെ ടെൻഷനും വിഷമവും. കാരണം തൻവിയുടെ അമ്മയോട് തൻവിയെ നോക്കാൻ പറ്റത്തില്ല എന്നും മാത്രവുമല്ല അവൾ ഒരു സ്പെഷ്യൽ ചൈൽഡ് ആയതുകൊണ്ട് തന്നെ വല്ലാത്ത രീതിയിലാണല്ലോ മുത്തശ്ശൻ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ താൻ അങ്ങനെ ചിന്തിച്ചതും പറഞ്ഞതുമൊക്കെ തെറ്റായി തോന്നിയ മുത്തശ്ശനാണെങ്കിൽ തൻവിയുടെ അമ്മയോട് വന്ന് മാപ്പ് പറയുന്നു. മാത്രവുമല്ല, നീ സമാധാനത്തോടു കൂടി അമേരിക്കയിലേക്ക് പോയി നിന്റെ ജോലി ചെയ്യണം. ഇവിടെ ഞാൻ തൻവിക്ക് മുത്തശ്ശനായും മാത്രമല്ല അവളുടെ ഒരു അച്ഛനെ പോലെ ഞാൻ നിന്ന് അവളെ നോക്കിക്കോളാമെന്നും മുത്തശ്ശൻ പറയുന്നു. അത് കേട്ടതും തൻവിയുടെ അമ്മയ്ക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും ആവുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ തൻവിയുടെ അമ്മ പോകുവാനായി ഇറങ്ങുന്നു. തൻവിയുടെ പെരുമാറ്റം ഒരു റോബോട്ടിനെ പോലെയാണ്. എന്ത് ചെയ്യുന്നതും ചോദിച്ചിട്ടേ ചെയ്യൂ. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് അമ്മയോട് ചോദിക്കും. അങ്ങനെ അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് അവൾ യാത്ര പറയുകയാണ്. അന്നു മുതൽ തൻവിയുടെ കാര്യം നന്നായിട്ട് നോക്കണമെന്നും മുത്തശ്ശൻ തീരുമാനിക്കുന്നു. പതിവ് പോലെ തന്നെ മുത്തശ്ശൻ കടയിലേക്ക് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് പുറത്തിരിക്കുന്ന ചെടിയെല്ലാം അകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്നതായിട്ട് മുത്തശ്ശൻ കാണുന്നു. എന്തിനാ ഈ ചെടിയെല്ലാം അകത്തേക്ക് വെച്ചതെന്ന് തൻവിയോട് ചോദിക്കുമ്പോൾ നമുക്ക് ശ്വസിക്കുവാനായിട്ട് ഈ ചെടികളെല്ലാം വേണമെന്നായിരുന്നു തൻവിയുടെ മറുപടിയും. അത് കേട്ട് മുത്തശ്ശന് വല്ലാതെ ദേഷ്യം വരും. മാത്രവുമല്ല, ഈ തൻവിയാണെങ്കിൽ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് തന്നെ അവൾ ഫുഡൊക്കെ സെലക്ട് ചെയ്ത് മാത്രമേ കഴിക്കൂ. കൂടുതലായിട്ടും പാൻ കേക്കാണ് കഴിക്കുന്നത്. പക്ഷേ മുത്തശ്ശനാണെങ്കിൽ ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും കേക്ക് ഉണ്ടാക്കി കഴിക്കുവാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് മുത്തശ്ശന് വല്ലാത്ത ദേഷ്യവും ഒക്കെ വരുമെങ്കിലും അത് പുറത്ത് കാണിക്കത്തേയില്ല. തൻവി പാട്ടുസാറിന്റെ അടുത്തേക്കും പാട്ട് പഠിക്കുവാനൊക്കെ എത്തുന്നുണ്ട്. തൻവിയെക്കുറിച്ച് അറിയാവുന്ന പാട്ടുസാറാണെങ്കിൽ അവളോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നതും. തൻവിയുടെ അമ്മ അമേരിക്കയിൽ ജോലി ചെയ്യുവാനായും ആരംഭിച്ചു. ജോലി കഴിഞ്ഞ് വരുമ്പോഴെല്ലാം തൻവിയെ വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തശ്ശനൊപ്പം തൻവി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അവിടെ വെച്ച് മുത്തശ്ശന്റെ ബെസ്റ്റ് ഫ്രണ്ടായ മേജറിനെ കാണുകയും മുത്തശ്ശൻ തൻവിയെ മേജറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ആർമിയിൽ എല്ലാവരും എന്നെ ടൈഗർ എന്നാ വിളിക്കുന്നതെന്നും മേജർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളെ ടൈഗർ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് തൻവി അവിടെ നിന്ന് പോകുന്നത്. അടുത്ത ദിവസം മേജറിനെ ആദരിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. ആ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് മുത്തശ്ശൻ തൻവിയും കൂട്ടിയെത്തുന്നു. എന്നാൽ എല്ലാവർക്കും മുന്നിൽ തൻവി മേജറിനോട് ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങൾ ധൈര്യശാലിയാണോ? അതിന് മറുപടിയായിട്ട് മേജർ അതെ എന്ന് പറയും. നിങ്ങൾ ധൈര്യശാലി ആയതുകൊണ്ടാണോ നിങ്ങളെ ഇങ്ങനെ ആദരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനും ഒരു ധൈര്യശാലി ആയിരുന്നില്ലേ? അച്ഛൻ ആർമിയിലായിരുന്ന സമയത്താണല്ലോ ബോംബ് പൊട്ടി മരണപ്പെട്ടത്. പിന്നെ എന്തുകൊണ്ടാ എൻ്റെ അച്ഛനെ നിങ്ങളാരും ആദരിക്കാത്തതെന്നുള്ള കാര്യം തൻവി ചോദിക്കുന്നു. തൻവി ആ ഒരു ചോദ്യം ചോദിക്കുന്നത് കേട്ട് മുത്തശ്ശന്റെ കണ്ണൊക്കെ നിറയുകയാണ്. പരിപാടി എല്ലാം കഴിഞ്ഞ് മുത്തശ്ശൻ തൻവിയും കൂട്ടി നേരെ എത്തുന്നത് തന്റെ മകനെ അടക്കം ചെയ്ത സ്ഥലത്തേക്കാണ്. ആർമിയിൽ നിന്ന് മരണപ്പെട്ട ഓരോരുത്തരുടെയും പേരിൽ ഓരോ മരങ്ങൾ വെച്ചിട്ടുണ്ട്. തന്റെ മകന്റെ പേരിൽ വെച്ചിരിക്കുന്ന മരം കാണിച്ചു കൊടുക്കുകയാണ്. ദേ, ഇതാണ് നിന്റെ അച്ഛന്റെ പേരിലുള്ള മരം എന്ന് തൻവിയോട് പറയുമ്പോൾ തൻവി ആ മരത്തെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേ ദിവസം വീട്ടിലേക്ക് എത്തിയ തൻവി അച്ഛന്റെ ലാപ്ടോപ്പിലുള്ള അവരുടെ പഴയ വീഡിയോസ് ഒക്കെ കാണുന്നു. അത് കാണുമ്പോൾ അവൾക്ക് അച്ഛനെ ഓർമ്മ വരികയും ഒരുപാട് സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ അച്ഛൻ പറഞ്ഞിരുന്നൊരു കാര്യം വീഡിയോയിലൂടെ അവൾ ശ്രദ്ധിക്കുന്നതും. ബനാ ഹിൽസിൽ പോയി അവിടെ ഇന്ത്യയുടെ പതാക ഉയർത്തണമെന്നാണ് അച്ഛന്റെ ആഗ്രഹമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം ഓർത്ത തൻവിയാണെങ്കിൽ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നും തീരുമാനിക്കുന്നു. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെങ്കിൽ താൻ ആർമിയിൽ ചേരണം. അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടതെന്നും തൻവി തീരുമാനിക്കും. അന്നേ ദിവസം രാത്രി തന്നെ നേരെ മുത്തശ്ശനടുത്തേക്ക് വന്നിട്ട് എനിക്ക് ആർമിയിൽ ചേരണമെന്നും മുത്തശ്ശനോട് പറയുന്നു. മുത്തശ്ശൻ കരുതുന്നത് അവൾ എന്തോ സ്വപ്നം കണ്ടിട്ട് വന്ന് പറയുന്നതാന്നാ. അതുകൊണ്ട് മുത്തശ്ശൻ വലിയ കാര്യമാക്കിയതേയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ജോഗിങ്ങിന് പോകുവാനായിട്ട് തൻവി റെഡിയായി നിൽക്കും. വാ മുത്തശ്ശ, നമുക്ക് ജോഗിങ്ങിന് പോകാം, എനിക്ക് ആർമിയിൽ ചേരാനുള്ളതാണെന്നൊക്കെ പറയുന്നു. എന്നാൽ മുത്തശ്ശൻ പറയുന്നത് ഞാനങ്ങനെ ജോഗിങ്ങിനൊന്നും പോകത്തില്ല. മാത്രമല്ല, നിനക്ക് ആർമിയിൽ ചേരാനായിട്ട് ഒരിക്കലും കഴിയത്തുമില്ല. നീ ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. ആദ്യം നീ ആരോടും അനുവാദം ചോദിക്കാതെ ധൈര്യത്തോടുകൂടി ഈ വാതിലൊന്ന് കടക്കെന്നും പറഞ്ഞിട്ടാണ് മുത്തശ്ശൻ പോകുന്നത്. തൻവി അന്നേ ദിവസം മുഴുവൻ പ്രാക്ടീസ് ചെയ്ത് അവസാനം വാതിൽ കടക്കുകയാണ്. മാത്രവുമല്ല, ആർമിയിൽ ചേരാൻ വേണ്ടിയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് അവസാനം തൻവിയാണെങ്കിൽ കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു. തൻവിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുകയാണ്. അപ്പോഴും തൻവി തന്റെ മുത്തശ്ശനോട് പറയുന്നത് തനിക്ക് ആർമിയിൽ ചേരണമെന്നും. അവിടേക്ക് മേജറും എത്തുന്നുണ്ടായിരുന്നു. എന്നാൽ മുത്തശ്ശൻ അവളോട് നിനക്കൊരിക്കലും അതിന് കഴിയില്ല എന്നാണ് പറയുന്നതും. അവൾക്ക് വല്ലാതെ ദേഷ്യം വരും. ഇനി മുത്തശ്ശനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, തന്റെ വഴിക്ക് എങ്ങനെയെങ്കിലും ശ്രമിക്കണമെന്നും തൻവി തീരുമാനിക്കുന്നു.
അങ്ങനെ നടന്നു പോകുന്ന സമയത്തായിരുന്നു റിട്ടയർ ആയ ഒരു മേജർ ആർമിയിൽ ചേരാൻ നിൽക്കുന്നവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് തൻവി കാണുന്നത്. ആ മേജർ മറ്റാരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ സമറിനൊപ്പം വരുന്ന ശ്രീനിവാസൻ എന്നൊരു ആർമി ഉദ്യോഗസ്ഥനില്ലേ, അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നതും. ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ആളിനടുത്ത് ചെന്ന് തന്നെയും കൂടി ട്രെയിനിങ് തരുമോ എന്ന് ചോദിക്കാമെന്നും തൻവി തീരുമാനിക്കുന്നു. തൻവി നേരെ ശ്രീനിവാസന്റെ അടുത്തേക്ക് എത്തും. തനിക്കും കൂടി ട്രെയിനിങ് തരുമോ, തനിക്കും ആർമിയിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്നും തൻവി പറയുന്നു. തൻവിയുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ട ശ്രീനിവാസന് അവൾ സ്പെഷ്യൽ ചൈൽഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. നിനക്ക് ആർമിയിൽ ചേരാനൊന്നും കഴിയില്ല എന്നും ശ്രീനിവാസൻ പറയുന്നു. അത് കേട്ട് തൻവിക്ക് ദേഷ്യം വരികയാണ്. എന്റെ അച്ഛനും ആർമി ഉദ്യോഗസ്ഥനായിരുന്നു, എന്റെ മുത്തശ്ശനും ആർമി ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നെ എനിക്കെന്താ ചേരാൻ കഴിയാത്തതെന്നും തൻവി ചോദിക്കും. തൻവി പറയുന്നത് കേട്ട ശ്രീനിവാസൻ നിന്റെ അച്ഛന്റെ പേരെന്താന്ന് ചോദിക്കുന്നു. സമർ എന്നവൾ മറുപടി പറയും. അപ്പോൾ തന്റെ കൂട്ടുകാരനായിരുന്ന സമറിന്റെ മകളാണ് തൻവി എന്നുള്ള കാര്യം ശ്രീനിവാസൻ ഓർമ്മ വരുന്നു. ശ്രീനിവാസൻ വളരെ ഇമോഷണൽ ആവുകയാണ്. തൻവിക്ക് ട്രെയിനിങ് കൊടുക്കുവാനായിട്ടും ശ്രീനിവാസൻ തീരുമാനിക്കുന്നു. തൻവിക്ക് വളരെ സന്തോഷമാവുകയാണ്. മുത്തശ്ശനെയും കൂട്ടി ട്രെയിനിങ്ങിന് ആവശ്യമായ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുവാനായി പോകുന്ന സമയത്താണ് അവൾ ട്രെയിനിങ്ങിന് ചേർന്നുവെന്നും അവളെ പഠിപ്പിക്കുവാനായി പോകുന്നത് ശ്രീനിവാസൻ ആണെന്നും മുത്തശ്ശൻ അറിയുന്നത്. അത് കേട്ട് മുത്തശ്ശന് വല്ലാതെ ദേഷ്യം വരുന്നു. മുത്തശ്ശൻ നേരെ പോകുന്നത് ശ്രീനിവാസന്റെ വീട്ടിലേക്കാണ്. എന്റെ മകനെ കൊന്നതുപോലെ ഇനി എന്റെ കൊച്ചുമകളെയും കൊല്ലുവാനായിട്ടാണോ നീ ശ്രമിക്കുന്നത്? അതൊരിക്കലും നടക്കില്ല. അവൾക്ക് ട്രെയിനിങ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നത്. സത്യത്തിൽ മുത്തശ്ശൻ കരുതിയിരിക്കുന്നത് ശ്രീനിവാസൻ കാരണമാണ് സമർ മരണപ്പെട്ടതെന്നാണ്. മാത്രമല്ല, പോകുവാനായി ഇറങ്ങുന്ന സമയത്തും സമറിന്റെ പേരിലുള്ള ഒരു മെഡലും അവിടെ ഇരിക്കുന്നത് മുത്തശ്ശൻ കാണുന്നുണ്ട്. എന്നാൽ ഈ വിവരമെല്ലാം അമേരിക്കയിൽ നിൽക്കുന്ന തൻവിയുടെ അമ്മ അറിയുന്നു. നല്ല കാര്യമല്ലേ, അവൾ ആർമിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൾ അതുപോലെ തന്നെ ചെയ്യട്ടെ. നമ്മൾ ആര് തടയാൻ നോക്കിയാലും അവൾ അതിൽ നിന്ന് പിന്മാറില്ല. അവൾ ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചത് തന്നെയാ. അവളുടെ ആഗ്രഹത്തിനൊത്ത് അവളെ ട്രെയിനിങ് ക്യാമ്പിൽ കൊണ്ടുവന്നാക്കണമെന്നും തൻവിയുടെ അമ്മ പറയുന്നു. അടുത്ത ദിവസം മനസ്സില്ലാ മനസ്സോടെ മുത്തശ്ശൻ തൻവിയെ നേരെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു വിടും. പോകുന്ന സമയത്ത് അവൾക്കുള്ള യൂണിഫോം ഒക്കെ മുത്തശ്ശൻ കൊടുക്കുന്നുമുണ്ട്. എന്തെങ്കിലും കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ തോന്നിക്കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വന്നോളണമെന്നും മുത്തശ്ശൻ പ്രത്യേകം തൻവിയോട് പറയുന്നു. അങ്ങനെ തൻവി ക്യാമ്പിലേക്ക് എത്തും. അവിടെ വെച്ച് ശ്രീനിവാസനാണെങ്കിൽ അവൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. ആദ്യമൊക്കെ നല്ല കഷ്ടപ്പാടായിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ അവൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ശ്രീനിവാസൻ ഓരോ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒരു ആർമി ഉദ്യോഗസ്ഥന് ശാരീരിക ശക്തി പോലെ തന്നെ മനഃശക്തിയും ബുദ്ധിശക്തിയും വേണമെന്നും ശ്രീനിവാസൻ പറഞ്ഞു പഠിപ്പിക്കും. അങ്ങനെ പതിയെ പതിയെ അവരുടെ ട്രെയിനിങ് എല്ലാം നല്ല രീതിക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ ഒരു ദിവസം തൻവിയെ പാട്ട് പഠിപ്പിക്കുന്ന മാഷ് കാർ ഓടിച്ചു വരുന്ന സമയത്ത് കാറ് നിയന്ത്രണം വിട്ട് വലിയൊരു മലമുകളിൽ നിന്നും താഴേക്ക് വീഴുവാനായിട്ട് പോകുന്നു. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കാർ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്നാൽ അതേ സ്ഥലത്ത് തന്നെയായിരുന്നു തൻവിക്ക് ട്രെയിനിങ് നടക്കുന്നതും. ഇതവിടെ നിൽക്കുന്ന എല്ലാവരും കാണുന്നുണ്ട്, ശ്രീനിവാസനും കാണുന്നു. പക്ഷേ രക്ഷിക്കുവാനായിട്ട് പോകാനുള്ള ധൈര്യം ശ്രീനിവാസനില്ല. പാട്ടുസാറിനെ രക്ഷിക്കുവാനായിട്ടും ശ്രീനിവാസൻ മടിക്കുന്നു. അതിന്റെ കാരണം എന്തെന്നാൽ ശ്രീനിവാസന് ആ ഒരു അപകടം സംഭവിച്ച സമയത്ത് ലോറിക്കുള്ളിൽ പെട്ടുപോയിരുന്നു. ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശ്രീനിവാസൻ അനുഭവിച്ചിരുന്നു. ഇങ്ങനെയുള്ള അപകടമൊക്കെ കാണുമ്പോൾ ശ്രീനിവാസൻ ആ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അതിന്റെ ട്രോമ കാരണമാണ് ശ്രീനിവാസൻ രക്ഷിക്കാൻ പോകാത്തതും. എന്നാൽ അവിടെയുണ്ടായിരുന്ന തൻവിയാണെങ്കിൽ എങ്ങനെയെങ്കിലും പാട്ടുസാറിനെ രക്ഷിക്കണമെന്നും തീരുമാനിച്ച് മുന്നോട്ട് വരികയാ. അത് കാണുന്ന ശ്രീനിവാസൻ വേണ്ട എന്നവളെ വിലക്കും. അത് കേൾക്കുവാനായിട്ട് അവൾ കൂട്ടാക്കുന്നതേയില്ല. മനുഷ്യന്റെ ജീവനാണ് വലുതെന്നാണ് തൻവി പറയുന്നത്. തൻവിയുടെ ഒരു പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ശ്രീനിവാസന് തന്റെ കൂട്ടുകാരനായ സമറിനെ ഓർമ്മ വരുന്നു. സമറിന് സംഭവിച്ചതുപോലെ തൻവിക്ക് സംഭവിക്കുമോ എന്ന പേടിയായിരുന്നു ശ്രീനിവാസൻ ഉണ്ടായിരുന്നതും. എന്നാൽ തൻവി ശ്രീനിവാസൻ പറയുന്നത് കേൾക്കാതെ ധൈര്യത്തോടു കൂടി പാട്ടുമാഷിന് അടുത്തേക്ക് പോയി ആ കാറിൽ നിന്നും പാട്ടുമാഷിനെ പുറത്തേക്ക് ഇറക്കുവാനായി ശ്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ പാട്ടുസാറിനെ രക്ഷിക്കുകയാണ്. മാത്രമല്ല, കാറിനൊപ്പം തൻവിയും കുഴിയിലേക്ക് വീഴുമെന്നായപ്പോൾ ശ്രീനിവാസൻ അവിടേക്ക് വന്ന് തൻവിയും രക്ഷിക്കുന്നു. എല്ലാവരും തൻവിയെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ശ്രീനിവാസൻ ആകെ ദേഷ്യം. തന്റെ കൂട്ടുകാരനെയോ താൻ നഷ്ടപ്പെടുത്തി, അതുപോലെ കൂട്ടുകാരന്റെ മകളെയും നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിൽ ശ്രീനിവാസൻ നേരെ വന്ന് തൻവിയെ ഒരുപാട് വഴക്ക് പറയും. നാളെ മുതൽ നീ ഇനി ട്രെയിനിങ്ങിന് വരണ്ട എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. തൻവിയെ നഷ്ടപ്പെടുമോ എന്ന പേടിയായിരുന്നു ശ്രീനിവാസന്. അവൾക്ക് നല്ല കഴിവുള്ള കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൾ വേറെ ഏതെങ്കിലും മേഖലയിൽ വിജയിച്ചു വരട്ടെ എന്നാണ് ശ്രീനിവാസൻ കരുതുന്നതും. ശ്രീനിവാസൻ അവളോട് ഇനി ട്രെയിനിങ്ങിന് വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തൻവി ആകെ തകർന്നു പോകുന്നു. ആ ഒരു സങ്കടം തന്റെ മുത്തശ്ശനോട് വന്ന് പറയുകയാണ്. അത്രയും നാൾ മുത്തശ്ശൻ തൻവിയെ എതിർത്തുകൊണ്ടാണല്ലോ ഇരുന്നത് ഈ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നത് കൊണ്ട്. എന്നാൽ മുത്തശ്ശൻ ഇപ്പോൾ തൻവിയെ സപ്പോർട്ട് ചെയ്യുകയാണ്. മുത്തശ്ശൻ നേരെ വരുന്നത് ശ്രീനിവാസനെ കാണുവാൻ വേണ്ടിയിട്ടും തൻവിക്ക് വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ ശ്രീനിവാസനോട് സംസാരിക്കുവാനായി എത്തിയിരിക്കുന്നത്.
തൻവിക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് മുത്തശ്ശൻ ശ്രീനിവാസനോട് പറയുമ്പോൾ അവൾക്ക് അത്യാവശ്യം എൻ്റെ ട്രെയിനിങ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിലധികവും അവൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവൾ ആർമിയുടെ എക്സാം എഴുതട്ടെ. മാത്രമല്ല അവൾ ഈ ആർമിയിൽ ചേരാതിരിക്കുന്നതാണ് നല്ലതെന്നും ശ്രീനിവാസൻ മുത്തശ്ശനോട് പറയുന്നു. അന്നേ ദിവസം തന്നെയായിരുന്നു അമേരിക്കയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തൻവിയുടെ അമ്മ തിരികെ വരുന്നതും. കുറച്ച് നാളുകൾക്ക് ശേഷം തൻവിയെ കാണുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. കാരണം തന്റെ മുടി പോലും ആർമിയിൽ ചേരുന്നതിന് തടസ്സമാകുമെന്ന് കരുതി അവൾ മുടിയൊക്കെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. മാത്രമല്ല പണ്ടത്തതുപോലെയല്ല, അവളിപ്പോൾ അത്യാവശ്യം മെച്യൂർഡ് ആയിരിക്കുകയാണ്. അതുപോലെയാണ് അവൾ സംസാരിക്കുന്നതും. കൂടാതെ തന്റെ മകളെ നന്നായിട്ട് നോക്കിയത് കൊണ്ട് തന്നെ അമ്മ മുത്തശ്ശനോട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. തൻവി അങ്ങനെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുവാനായും എത്തിയിരിക്കുകയാണ്. അവൾ അറ്റൻഡ് ചെയ്ത എല്ലാ എക്സാമിനും അവൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായിരിക്കുന്നതും. അവസാനഘട്ട ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടും തൻവി എത്തുന്നു. എന്നാൽ തൻവിയുടെ പെരുമാറ്റം കാണുന്ന ഇന്റർവ്യൂ ബോർഡിന് അവളൊരു സ്പെഷ്യൽ ചൈൽഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇങ്ങനെയുള്ളവർക്ക് എന്തായാലും ഇവിടെ ആർമിയിൽ ജോലി കൊടുക്കുവാനായിട്ട് കഴിയില്ല എന്നും ഇന്റർവ്യൂ ബോർഡ് പറയുന്നു. അത് കേട്ട് തൻവിക്ക് ആകെ സങ്കടം വരികയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആർമിയിൽ ചേരണമെന്ന് വാശി പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ഒരു ബനാ ഹിൽസിന്റെ കാര്യം പറയുന്നു. തന്റെ അച്ഛന്റെ ആഗ്രഹം ബനാ ഹിൽസിൽ പോയി ദേശീയ പതാക ഉയർത്തണമെന്നാണ്. പക്ഷെ അത് നടന്നില്ല. തനിക്കത് ചെയ്യണമെന്നും തൻവി പറയുമ്പോൾ തൻവി പറയുന്നത് വെറും ചൈൽഡിഷ് ആയിട്ടുള്ള ആഗ്രഹമാണെന്ന് ഇന്റർവ്യൂ ബോർഡ് കരുതി അവളുടെ മുത്തശ്ശനെ അകത്തേക്ക് വിളിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ സീനിയറാണ്, അതുകൊണ്ടാണ് പറയുന്നത്. സ്പെഷ്യൽ ചൈൽഡിനെ ഒന്നും ആർമിയിൽ എടുക്കുവാനായിട്ടും കഴിയില്ല. മാത്രമല്ല വെറും ചൈൽഡിഷ് ആയിട്ടുള്ള കാരണങ്ങളൊക്കെയാണ് തൻവി പറയുന്നതെന്നും ഇന്റർവ്യൂ ബോർഡ് പറയുമ്പോഴോ അത് കേട്ട് മുത്തശ്ശന് വല്ലാതെ ദേഷ്യം വരുന്നു. ഇന്നത്തെ കാലത്തെ ആൺകുട്ടികളൊക്കെ ആർമിയിൽ ചേരണമെന്നുള്ള ആഗ്രഹമേ പ്രകടിപ്പിക്കുന്നില്ല. അവരൊക്കെ ബിസിനസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ മകൾ തൻവി അവൾ ആർമിയിൽ ചേരണമെന്നും ആഗ്രഹിക്കുന്നു. അതും ആർക്കും കടക്കാൻ കഴിയാത്ത ബനാ ഹിൽസിലേക്ക് പോയി അവിടെ ദേശീയ പതാക ഉയർത്തണമെന്നല്ലേ അവൾ ആഗ്രഹിച്ചത്. അതിനവൾക്ക് ആർമി ഉദ്യോഗസ്ഥയായിരിക്കണം. അതിനവൾ ആഗ്രഹിച്ചതിന് എന്താ തെറ്റെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ സ്പെഷ്യൽ ചൈൽഡിനെ ഒന്നും ആർമിയിലെടുക്കാൻ കഴിയത്തില്ല എന്ന് തന്നെ ഇന്റർവ്യൂ ബോർഡ് പറയുന്നു. അത് കേട്ട് ദേഷ്യമെന്ന് മുത്തശ്ശൻ തൻവിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ദേഷ്യമെന്ന മുത്തശ്ശൻ തന്റെ പവർ ഉപയോഗിച്ച് തൻവിയും കുട്ടി നേരെ വരുന്നത് ബനാ ഹിൽസിന്റെ ബേസ് ക്യാമ്പിലേക്കാണ്. അവിടെ ഒരു ദേശീയ പതാകയുണ്ട്. ആ ദേശീയ പതാകയ്ക്ക് മുന്നിലായിട്ട് അവളെ കൊണ്ടുവന്ന് സല്യൂട്ട് ചെയ്യിപ്പിക്കുന്നു. എന്നെ കൊണ്ട് ഇതേ ചെയ്യാൻ കഴിയൂ. ബനാ ഹിൽസിലേക്ക് കടക്കണമെങ്കിൽ നീ ഒരു ആർമി ഉദ്യോഗസ്ഥയായിരിക്കണമെന്നും മുത്തശ്ശൻ പറയുന്നു. അത് കേട്ട് തൻവിക്ക് ആകെ സങ്കടം വരികയാണ്. അതേ സമയത്തായിരുന്നു മുത്തശ്ശന്റെ കൂട്ടുകാരനായ ആ ഒരു മേജർ അവിടേക്ക് വരുന്നതും. മേജറിന് തൻവിയുടെ ആഗ്രഹം എന്താണെന്ന് അറിയാമായിരുന്നത് കൊണ്ടും മാത്രവുമല്ല മേജറിന്റെ മകനാണെങ്കിൽ ആർമിയിൽ ചേരാതെ ബിസിനസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് തൻവിയുടെ ആഗ്രഹത്തെ റെസ്പെക്ട് ചെയ്ത മേജർ അവളെ സഹായിക്കുവാനായും തീരുമാനിക്കുന്നു. തൻവിയെ സഹായിക്കാനായി തീരുമാനിച്ച മേജർ തന്റെ പവർ ഉപയോഗിച്ച് ആർമിക്കാരെ എല്ലാവരെയും സെറ്റ് ചെയ്ത് ഹെലികോപ്റ്ററിലാണ് ബനാ ഹിൽസിലേക്ക് പോകുന്നത്. അവിടെ എത്തിയ തൻവിയാണെങ്കിൽ ബനാ ഹിൽസിൽ അവളുടെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ദേശീയ പതാക ഉയർത്തുകയാണ്. ആ ഒരു കാര്യം ന്യൂസിലൊക്കെ വൈറലാകുന്നു. ആ ഒരു വിവരം അറിയുന്ന ശ്രീനിവാസനും ഒരുപാട് സന്തോഷമാവുകയാണ്. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത മകൾ എന്നായിരുന്നു ന്യൂസിലെല്ലാം വന്നത്. ഒരാളും വ്യത്യസ്തരല്ല. ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയില്ല, ഇത് ചെയ്യാൻ കഴിയില്ല എന്നൊന്നും ആർക്കും പറയാനും കഴിയത്തില്ല. മാത്രമല്ല നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതെന്നായാലും നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയുമെന്ന് തന്നെ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ തൻവിയാണെങ്കിലോ തൻ്റെ ആഗ്രഹമൊക്കെ നിറവേറ്റിയിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. അതിനുശേഷം പിന്നീട് തൻവിയെ കാണിക്കുന്നത് ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എടുത്തതാണ്. കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന തൻവിക്കടുത്തേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് നമ്മുടെ കഥയിലെ യഥാർത്ഥ തൻവി. ആ തൻവിയുടെ കഥയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതും. അങ്ങനെ കോഫി ഷോപ്പിൽ നിൽക്കുന്ന തൻവിക്കടുത്ത് വന്ന് കോഫി വാങ്ങിക്കൊണ്ട് പോകുന്ന ആ പെൺകുട്ടിയെ കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.